PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. യെസ്, അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളെയാണ് നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടി പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നന്നായി വരാൻ വേണ്ടി നമ്മൾ അവർക്ക് എന്ത് ചെയ്യും? വലിയവർ, മുതിർന്നവർ അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകും, അല്ലെ? കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ നൽകത്തില്ലേ? എന്നതുപോലെ നമ്മുടെ രാഷ്ട്രം ഭാവിയിൽ എങ്ങനെയായിരിക്കണം, ഒരു ക്ഷേമ രാഷ്ട്രമാവണം എന്നതിന് വേണ്ടിയിട്ട് ഭരണഘടനാ നിർമ്മാതാക്കൾ ഭരണകൂടത്തിന് നൽകുന്ന മാർഗനിർദ്ദേശങ്ങളെയാണ് ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ എന്താന്നുള്ളത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാതാക്കളുടെ ഒരു സ്വപ്നമാണ് നമ്മുടെ രാഷ്ട്രം എങ്ങനെയാവണം എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശക തത്വങ്ങൾ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാർഗനിർദ്ദേശക തത്വം എന്ന് പറയുന്ന ഈ ഒരു ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിന്റെ കയ്യിൽ നിന്നുമാണ്. നമ്മൾ ഇന്ത്യൻ ഭരണ കടം കൊണ്ട ആശയങ്ങളെല്ലാം കോഡൊക്കെ യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അയർലൻഡിന്റെ കയ്യിൽ നിന്നുമാണ് മാർഗനിർദ്ദേശക തത്വം എന്ന് പറയുന്ന ആശയം നമ്മുടെ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. എന്നാൽ ലോകത്തിൽ ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാ? സ്പെയിനാണ്. ഓക്കെ, സ്പെയിനാണ് ലോകത്തിൽ ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം. ഈ സ്പെയിനിൽ നിന്നുമാണ് അയർലൻഡ് എന്ത് ചെയ്തിട്ടുള്ളത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിട്ടുള്ളത്. അപ്പൊ സ്പെയിനിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത്. സ്പെയിനിന്റെ കയ്യിൽ നിന്നുമാണ് അയർലൻഡ് കടമെടുത്തിട്ടുള്ളത്. അയർലൻഡിന്റെ കയ്യിൽ നിന്നുമാണ് നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്തിട്ടുള്ളത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം കടം കൊണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനായി ശുപാർശ ചെയ്ത ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ പേരാണ് തേജ് ബഹദൂർ സപ്രു കമ്മിറ്റി. തേജ് ബഹദൂർ സപ്രു കമ്മിറ്റിയാണ്. തേജ് ബഹദൂർ സപ്രു കമ്മിറ്റിയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനായിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു ഭാഗത്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? സ്ഥിരം ചോദ്യമാണ്. ഭാഗം 4ലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭാഗം 4 ആർട്ടിക്കിൾ എവിടം മുതൽ എവിടം വരെ? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭാഗം 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്നത്. ഇനി ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ന്യായവാദത്തിനർഹമല്ല. നമ്മൾ മൗലിക അവകാശം എന്ന് പറയുന്നത് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ് എന്ന് പറഞ്ഞു, അല്ലെ? ഇത് ന്യായവാദത്തിന് അർഹമല്ല. അപ്പൊ എന്താണ് ഈ ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറയുന്നത്? മൗലിക അവകാശങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കത് കോടതി മുഖാന്തിരം നേടിയെടുക്കാൻ കഴിയും. അതാണ് ന്യായവാദത്തിന് അർഹമാണ് എന്ന് പറയുന്നത്. ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നിയമമായിട്ട് അല്ലെങ്കിൽ ഒരു നിയമമായിട്ട് പറയുന്നില്ല, അല്ലെ? അപ്പൊ അവിടെ നമ്മൾ എന്താണ് പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്, അല്ലെ? ഇനി രാഷ്ട്രം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള സ്വപ്നം അല്ലെങ്കിൽ സങ്കല്പത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നതെല്ലാം വരുന്ന സങ്കല്പങ്ങളാണ്. അത് പ്രാവർത്തികമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിനെ ന്യായവാദത്തിന് അർഹമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ വിദ്യാഭ്യാസ അവകാശം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 45 പ്രതിപാദിക്കുന്നുണ്ട്, അല്ലേ? ആർട്ടിക്കിൾ 45 മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ആർട്ടിക്കിൾസ് പഠിക്കുമ്പോൾ പറയും. അപ്പൊ ആ ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നാൽ പിന്നീട് അത് 2010 എന്തായിട്ട് മാറി? വിദ്യാഭ്യാസ അവകാശം, അല്ലെ, നിലവിൽ വന്നു. അതൊരു നിയമമായിട്ട് മാറി, അതൊരു മൗലിക അവകാശമായിട്ട് മാറി.
അപ്പോൾ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, അത് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. 2010 വിദ്യാഭ്യാസ അവകാശ നിയമമായിട്ട് അത് നിലവിൽ വന്നു. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു മൗലിക അവകാശമായിട്ട് മാറി. ഇനി നമുക്ക് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, നിഷേധമോ അല്ലെങ്കിൽ അതിനുള്ള ലംഘനമോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് കോടതി മുഖാന്തിരം പോയിട്ട് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ ആർട്ടിക്കിൾ 45 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സങ്കല്പമായിരുന്നു, ആ ഒരു സ്വപ്നമായിരുന്നു. അത് യാഥാർത്ഥ്യമായി നിയമമായി മാറുന്നത് 2010. ആ 2010 നിയമമായതിനു ശേഷമാണ് നമുക്കതിൽ എന്തെങ്കിലും ചോദ്യം ചെയ്യാനോ ന്യായവാദം അല്ലെ കോടതി മുഖാന്തിരം നമുക്ക് നേടിയെടുക്കാനൊക്കെ പറ്റുന്നത് 2010 അത് നിയമമായി മാറിയതിനു ശേഷമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ന്യായവാദത്തിന് അർഹമല്ല എന്ന് നമ്മൾ പറയാനായിട്ട് കാരണം. ഓക്കെ, ഇനി ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങളുമായിട്ട് സാമ്യമുണ്ട്. അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ തന്നെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളോട് എന്തൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിൽ ഭരിക്കണം എന്നുള്ള ഉപദേശങ്ങൾ നൽകുന്ന ഒരു സംഭവമാണ് ഈ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളോട് എന്ത് പറയുന്നു? രാഷ്ട്രം എങ്ങനെയായിരിക്കണം, എങ്ങനെ ഭരിക്കപ്പെടണം എന്നുള്ള മാർഗനിർദ്ദേശങ്ങളാണ് നൽകുന്നത്. അതാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഭരണകൂട നിർമ്മാതാക്കൾ അല്ലെ ഭരണനിർമ്മാതാക്കൾ ഭരണകൂടത്തിനോട് രാഷ്ട്രം എങ്ങനെയാവണം എന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളാണ് നൽകുന്നത്. അതുകൊണ്ടാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളുമായിട്ട് സാമ്യമുണ്ട് എന്ന് പറയാനായിട്ട് കാരണം. ഓക്കെ, അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളോട് സാദൃശ്യമുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് 3 തരത്തിലാണ്, ഇതിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് 3 തരത്തിലാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം മാർഗനിർദ്ദേശക തത്വങ്ങളെ 3 തരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ 3 തരം തിരിച്ചിട്ടുണ്ട്? 1 സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, 2 ലിബറൽ ആശയങ്ങൾ, 3 ഗാന്ധിയൻ ആശയങ്ങൾ. ഇപ്പൊ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ലിബറൽ ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ 3 നമുക്ക് മാർഗനിർദ്ദേശക തത്വങ്ങളെ നമുക്ക് തരംതിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നമ്മൾ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ആർട്ടിക്കിൾസിൽ ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റ് ആശയത്തിന് കീഴിൽ വരുന്നത്, ഏതൊക്കെയാണ് ലിബറൽ ആശയത്തിന് കീഴിൽ വരുന്നത്, ഏതൊക്കെയാണ് ഗാന്ധിയൻ ആശയത്തിന് കീഴിൽ വരുന്നത്, അത് നമുക്ക് പഠിക്കണം. പക്ഷെ അത് നമുക്ക് അവസാനം പഠിക്കാം. കാരണം ഈ ഓരോ ആർട്ടിക്കിളും എന്താണ് എന്ന് പഠിച്ചാലേ അതിൽ സോഷ്യലിസ്റ്റ് ഏത്, ലിബറൽ ഏത്, ഗാന്ധിയൻ ഏത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ അതിനുശേഷം നമുക്കത് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഓരോ ആർട്ടിക്കിളായിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞു കാണും. PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പേരിലുള്ള നമ്മുടെ സ്വന്തം ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പോ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ബുക്ക് എന്ന് പറയുന്നത് PSCയുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ബുക്ക് ആണ്. നമ്മളിപ്പോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് PSC റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് കണ്ടെത്തുന്നതാണ് ഹോട്ട് ടോപ്പിക്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള 136ഓളം ഹോട്ട് ടോപ്പിക്സ് അടങ്ങുന്ന ബുക്കാണ് നമ്മുടെ ആപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെറും 199 രൂപയ്ക്കാണ്. കുറെ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 199 രൂപയ്ക്കാണ് നമ്മൾ ഈ 136ഓളം ഹോട്ട് ടോപ്പിക്സ് വരുന്ന ബുക്ക് കൊടുക്കുന്നത്. അപ്പൊ ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും വായിച്ചു പഠിക്കാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഓഡിയോ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, കേട്ടു പഠിക്കാവുന്നതാണ്. ജോലി തിരക്കുകൾക്കിടയിലോ ബസ് യാത്രക്കിടയിലോ ഡ്രൈവിങ്ങിനിടയിലോ ഒക്കെ നിങ്ങൾക്ക് കേട്ടു പഠിക്കാനുള്ള സൗകര്യമുണ്ട്.
ഓക്കെ അല്ലേ? അപ്പൊ 199 രൂപയുള്ളൂ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആപ്പിനെ കുറിച്ചുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിന്റെ നമ്പർ ആണ്. അപ്പൊ ഇതിലേക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഈ 199 രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും പിന്നീട് ഇനി നടക്കുന്ന പരീക്ഷകളിലൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. 136 എന്നുള്ള നമ്പേഴ്സ് കൂടും. ഓക്കെ, ഹോട്ട് ടോപ്പിക്സ് ഇനി വീണ്ടും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് പുതിയതായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ഓൺ ആവും. നിങ്ങൾക്ക് അതിൽ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ കുറെ പേര് iOS അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ആൻഡ്രോയിഡിൽ മാത്രമേ ഉള്ളൂ. iOS എന്നുള്ളത് നിലവിൽ വർക്കിങ്ങിലാണ് കേട്ടോ. അപ്പൊ അത് ഉടനെ തന്നെ അപ്ഡേറ്റ് ആവും, അത് നിങ്ങളെ അറിയിക്കാം. പിന്നെ നമ്മുടെ ആപ്പില് എല്ലാ സൺഡേ, ഓക്കെ, എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ യൂട്യൂബിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ നിന്നുള്ള ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാ സൺഡേസും നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വീക്ക് 1 വീക്ക് 2 എന്ന് പറഞ്ഞിട്ട് അവിടെ ടെസ്റ്റ് കിടപ്പുണ്ടാവും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഒരു പരീക്ഷ പോലെ ക്വിസിൽ തെറ്റിയ സാധനങ്ങൾ ശരിയായിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റിയത് ഏതാണെന്നുള്ളത് അറിയാനുള്ളതും നമ്മൾ വർക്കിങ്ങിലാണ്. അതും ഉടനെ തന്നെ അപ്ഡേറ്റ് ആകും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ തെറ്റിച്ച ചോദ്യം ഏതാണ്, അതിന്റെ ശരിയുത്തരം എന്താണെന്നുള്ളതും കൂടെ അറിയാനുള്ള ഓപ്ഷനും കൂടെ ഉടനെ തന്നെ വരുന്നതാണ്. ഓക്കെ അല്ലേ? കുറെ പേര് നമുക്ക് എൻക്വയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറഞ്ഞത്. വേറെ ഫോണിൽ നിന്ന് ക്യാഷ് അടയ്ക്കാൻ പറ്റും കേട്ടോ. അതർ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പൊ എങ്ങനെയാണ് അത് പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ അല്ലേ? SCRT ടെക്സ്റ്റ് അടുത്തത് നമ്മുടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് ന്യൂ SCRT ആണ് കേട്ടോ. ന്യൂ SCRT കറണ്ട് അഫയേഴ്സും ആണ്. അപ്പൊ അതിൽ ന്യൂ SCRTയുടെ പുസ്തകം നമ്മൾ കമ്മിങ് സൂൺ എന്ന് ഇട്ടിട്ടുണ്ട്. ഓൺ വർക്കിങ്ങിലാണ്. അപ്പൊ എന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ ന്യൂ SCRTയുടെ പണിയൊക്കെ നടക്കുന്നത്. കുറച്ച് വൈകിയാലും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ എന്ന് പറയുന്നത് പോലെ കുറച്ച് വൈകിയാലും നിങ്ങൾക്ക് നല്ല കണ്ടന്റ് നിങ്ങൾക്ക് തരണം എന്നുള്ളതാണ്. 5 മുതൽ 10 വരെയുള്ള ബേസിക് സയൻസും സോഷ്യൽ സയൻസും ഒരുമിച്ചുള്ള ഒരു ബുക്കായിരിക്കും. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇതേപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കും നമ്മൾ നൽകുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. കുറച്ച് വൈകിയാലും നല്ല വൈകത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇറക്കും. അപ്പൊ എന്തായാലും ഇറങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബുക്കായിരിക്കും നിങ്ങൾക്ക് എന്തായാലും കിട്ടുക, കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ. ഓക്കെ, നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സും കണ്ടന്റും എന്നുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ബുക്കായിരിക്കും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ അല്ലേ? അപ്പൊ പർച്ചേസ് ചെയ്തിട്ടില്ലാത്തവരെ ഹോട്ട് ടോപ്പിക്സിന്റെ ഈ ബുക്ക് പർച്ചേസ് ചെയ്തോളൂ. 199 രൂപയ്ക്ക് തീർച്ചയായിട്ടും വർത്ത് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ളവര് നിങ്ങളുടെ കമന്റ്സ് കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പറയുന്ന ക്ലാസിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ പുതുതായിട്ട് വരുന്നവർക്ക് ഈ അഭിപ്രായങ്ങളൊക്കെ നോക്കി റിവ്യൂസ് ഒക്കെ, അതുപോലെ പ്ലേ സ്റ്റോറിൽ റിവ്യൂസ് ഇടുക. അപ്പൊ നിങ്ങൾക്ക് ആ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ആദ്യത്തെ ആർട്ടിക്കിൾ 36. അപ്പൊ ആർട്ടിക്കിൾ 36 പറയുന്നത് എന്താ? സ്റ്റേറ്റിന്റെ നിർവചനമാണ്. സ്റ്റേറ്റിന്റെ നിർവചനത്തെ കുറിച്ച് പറയുന്നു. നമ്മൾ ആർട്ടിക്കിൾ 12 പഠിച്ചപ്പോൾ പറഞ്ഞു ഏതൊക്കെയാണ് സ്റ്റേറ്റിന്റെ കീഴിൽ വരിക എന്നുള്ളത് അല്ലെ. ആർട്ടിക്കിൾ 12 പ്രകാരം മൗലികാവകാശങ്ങൾ പഠിച്ചപ്പോൾ ആർട്ടിക്കിൾ 12 പ്രകാരം ഏതൊക്കെയായിരുന്നു സ്റ്റേറ്റിന്റെ കീഴിൽ വരുന്നത്? ഇന്ത്യൻ പാർലമെന്റ്, സംസ്ഥാന നിയമസഭ, അതുപോലെ തന്നെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? സ്റ്റേറ്റ് എന്ന് പറയുന്ന നിർവചനത്തിന് കീഴിലാണ് വരുന്നത്. ഇനി ആർട്ടിക്കിൾ 37 പറയുന്നത് എന്താ? ആർട്ടിക്കിൾ 37 പറയുന്നത് ഈ രാജ്യത്തുണ്ടാക്കുന്ന എല്ലാ നിയമങ്ങൾക്കും നയരൂപീകരണത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളായിരിക്കണം. എന്താണ് പറയുന്നത്? ഈ രാജ്യത്തുണ്ടാവുന്ന എല്ലാ നിയമങ്ങളുടെയും നയരൂപീകരണങ്ങളുടെയും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് എന്തായിരിക്കണം? മാർഗനിർദ്ദേശക തത്വങ്ങളായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 37. ഓക്കെ, ഇനി അടുത്തത് ആർട്ടിക്കിൾ 38 ആണ്. ആർട്ടിക്കിൾ 38 പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 38 പറയുന്നത് ജനക്ഷേമം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രം എന്ത് ചെയ്യണം? ഒരു സാമൂഹിക വ്യവസ്ഥിതി അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഓർഡർ കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് എന്ത് ചെയ്യണം? ഒരു ക്ഷേമ രാഷ്ട്രമാവുന്നതിന് വേണ്ടിയിട്ട് ഒരു സോഷ്യൽ ഓർഡർ കാത്തു സൂക്ഷിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്?
അതായത് നമ്മുടെ സമൂഹത്തിലുള്ള വ്യവസ്ഥിതികളിലുള്ള അസമത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെ, പല ആളുകൾ തമ്മിൽ അല്ലെങ്കിൽ എന്താണ് വലിയ അല്ലെങ്കിൽ പണക്കാരൻ പാവപ്പെട്ടവൻ അങ്ങനെയുള്ള രീതിയിൽ സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അസമത്വങ്ങൾ എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പദവിയുടെ കാര്യത്തിലാണെങ്കിലും സൗകര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അവസരങ്ങളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഉള്ള അസമത്വം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രം പ്രയത്നിക്കണം എന്ന് പറയുന്നതാണ് 38. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥിതി, ഒരു സോഷ്യൽ ഓർഡർ നമ്മുടെ എന്താണ് രാഷ്ട്രം കീപ്പ് ചെയ്യണം എന്ന് പറയുന്നതാണ് 38. എന്തിനു വേണ്ടിയിട്ടാണ്? അസമത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സൗകര്യങ്ങളിലായാലും പദവിയിലാണെങ്കിലും സാമ്പത്തികം സാമൂഹികം രാഷ്ട്രീയപരമായിട്ടുള്ള അസമത്വങ്ങൾ ഇനിക്വാളിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സോഷ്യൽ ഓർഡർ, ഒരു സാമൂഹിക വ്യവസ്ഥിതി രാഷ്ട്രത്തിനുണ്ടാവണം. രാഷ്ട്രം അതിനുവേണ്ടി പ്രയത്നിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 38 എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആർട്ടിക്കിൾ 39 ആണ്. ആർട്ടിക്കിൾ 39 പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 39 പറയുന്നത് ജനാധിപത്യ സോഷ്യലിസത്തെ കുറിച്ചാണ്. ജനാധിപത്യ സോഷ്യലിസത്തെ കുറിച്ച് പറയുന്നതാണ് 39. അതായത് രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ചുരുക്കം ചിലരിലോട്ട് മാത്രം കേന്ദ്രീകരിക്കാതെ അതിൻ്റെ നീതിപൂർവമായ വിതരണം രാഷ്ട്രത്തിലെ എല്ലാ ജനങ്ങൾക്കും ലഭിക്കണം. അതാണല്ലോ സോഷ്യലിസ്റ്റ് ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾ എന്ന് പറയുന്നത് ചുരുക്കം ചിലരിലോട്ട് മാത്രം കേന്ദ്രീകരിക്കാതെ രാഷ്ട്രത്തിലുള്ള എല്ലാവർക്കും ഒരേപോലെ, എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ലഭിക്കണം എന്ന് പറയുന്ന ചിന്താഗതി, അതാണ് ആർട്ടിക്കിൾ 39. അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അസമത്വം കുറയ്ക്കണമെന്നും പറയുന്നു. ഓക്കെ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അസമത്വം കുറയ്ക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ 39 ആണ്. ഇവിടെ തന്നെയാണ് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത്. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത് എവിടെയാ പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 39 നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരേ ജോലി ചെയ്യുന്ന പുരുഷനും സ്ത്രീക്കും പലതരത്തിലുള്ള കൂലിയാണ് കൊടുക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരു കെട്ടുപണി ചെയ്യുന്ന ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ 1000 രൂപ കൂലി, അതേ ജോലി ചെയ്യുന്ന സ്ത്രീക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 500 രൂപയായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ മാറ്റം വരുത്തണം എന്നുള്ളത് ഒരു സ്വപ്നമാണ്. അപ്പോൾ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നതും സ്ത്രീക്കും പുരുഷനും തമ്മിലുള്ള അസമത്വം കുറയ്ക്കണം എന്ന് പറയുന്നതും രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾ എല്ലാവർക്കും ഒരുപോലെ നീതിപൂർവമായി ജനങ്ങളിലോട്ട് എത്തിക്കണം എന്ന് പറയുന്നതും ഇതൊക്കെയാണ് എന്ത്? ആർട്ടിക്കിൾ 39 പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ 39. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് 39A, B, C, D എന്നും പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സിന് നമുക്ക് പറയുന്ന സമയത്ത് 39A ആദ്യം 39A എന്താണ് പറയുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞത് എല്ലാ പൗരന്മാർക്കും ഒരുപോലെ മതിയായ ഉപജീവന ഉപായങ്ങൾക്ക് അവകാശമുണ്ടായിരിക്കണം. അതായത് നമ്മൾ പറഞ്ഞു രാഷ്ട്രത്തിന്റെ എല്ലാ സമ്പത്തും ഒരുപോലെ വിതരണം ചെയ്യണം എന്ന് പറഞ്ഞു. അതേപോലെ എല്ലാ പൗരന്മാർക്കും എന്ത് ചെയ്യണം? ഉപജീവന മാർഗങ്ങൾ, അതിനുള്ള അവകാശം എന്ന് പറയുന്നത് എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ആയിരിക്കണം എന്ന് പറയുന്നതാണ് 39A. ഇനി 39B എന്തിനെ കുറിച്ചാണ് പറയുന്നത്? 39B പറയുന്നത് സമൂഹത്തിന്റെ വിഭവങ്ങൾ പൊതു നന്മയ്ക്ക് ഉപകരിക്കും വിധം നീതിപൂർവമായി വിതരണം ചെയ്യണം. 39A പറഞ്ഞത് എല്ലാ പൗരന്മാർക്കും മതിയായ ഉപജീവന മാർഗങ്ങൾക്കുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞു. 39B പറയുന്നത് സമൂഹത്തിന്റെ വിഭവങ്ങൾ പൊതു നന്മയ്ക്ക് ഉപകരിക്കുന്ന വിധത്തിൽ നീതിപൂർവമായി വിതരണം ചെയ്യണം എന്ന് പറയുന്നു. ഇനി 39C പറയുന്നത് എന്താണ്? 39C പറയുന്നത് സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രവർത്തനം പൊതുഹാനിക്കിടയാകത്തക്കവണ്ണം സ്വത്തിന്റെയും ഉൽപാദന ഉപാധികളുടെയും കേന്ദ്രീകരണം ഉണ്ടാവാതിരിക്കുക. സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രവർത്തനം എന്താണ്? പൊതു ഹാനിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകത്തക്കവണ്ണം സ്വത്തിന്റെയോ ഉൽപാദന ഉപാധികളുടെയോ കേന്ദ്രീകരണം ഉണ്ടാവാതിരിക്കുക എന്ന് പറയുന്നതാണ് 39C പറയുന്നത്. ഇനി 39D എന്താ പറയുന്നേ? 39D പറയുന്നതാണ്
നമ്മൾ പറഞ്ഞ തുല്യ ജോലിക്ക് തുല്യ വേതനം 39D പറയുന്നത് കേട്ടോ. ഇത് ചോദിക്കുന്നതാണ് 39D. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 39D. അപ്പൊ തുല്യ ജോലിക്ക് തുല്യ വേതനത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി, 39D ആണ് അല്ലേ. അപ്പൊ D4 എന്താണ്? ഡ്യൂട്ടി എന്ന് ഓർത്താൽ മതി. നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടിക്കുള്ള വേതനം നമുക്ക് തരണം എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പോൾ 39D ആണ് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത്. ദെൻ 39E ഉണ്ട്. 39E പറയുന്നത് തൊഴിലാളികളുടെയും കുട്ടികളുടെയും ആരോഗ്യവും ശക്തിയും അമിത ചൂഷണത്തിന് വിധേയമാകാതെ സംരക്ഷിക്കുക. തൊഴിലാളികളുടെയും കുട്ടികളുടെയും ആരോഗ്യവും ശക്തിയും എന്ത് ചെയ്യണം? അമിത ചൂഷണത്തിന് വിധേയമാകാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നതാണ് 39E പറയുന്നത്. ദെൻ 39F ഉണ്ട്. 39F പറയുന്നത് എന്താണ്? കുട്ടികളുടെ ആരോഗ്യകരമായ സമഗ്ര വളർച്ചയ്ക്ക് സംവിധാനം ഉണ്ടാക്കുക. കുട്ടികളുടെ ആരോഗ്യകരമായ സമഗ്ര വളർച്ചയ്ക്ക് സംവിധാനം ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് 39F എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ LGSന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന 39ന്റെ ഡിവിഷൻ ഒന്നും പഠിക്കേണ്ട. 39 എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സോഷ്യലിസത്തെ കുറിച്ച് പറയുന്നു എന്നത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. തുല്യ ജോലിക്ക് തുല്യ വേതനം, ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ബാക്കി ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് 39 എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ വരുന്നത്. ഇനി അടുത്ത ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 40 പറയുന്നത് എന്താ? 40 പറയുന്നത് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ചാണ്. പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറഞ്ഞത് ആർട്ടിക്കിൾ 40 പിന്നീട് അത് നമുക്ക് പഞ്ചായത്തി രാജ് സംവിധാനം വരുന്നത് എപ്പോഴാണ്? പഞ്ചായത്ത് രാജ് സംവിധാനം വരണം എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ് 40. പിന്നീട് അത് നമുക്ക് വന്നു അല്ലെ. 1993 73ാം ഭേദഗതി പ്രകാരം പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു. 1993. ഇത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. 1993 73ാം ഭേദഗതി പ്രകാരം പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു. ഇത് നമുക്ക് സെപ്പറേറ്റ് ഭേദഗതി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളിലെ ആർട്ടിക്കിളാണ് 40. പഞ്ചായത്തി രാജ് സംവിധാനം നമുക്ക് നിലവിൽ വരുന്നത് 1993 73ാം ഭേദഗതി പ്രകാരമാണ്. ഈ പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനത്തെ കുറിച്ച് പറയുന്ന പാർട്ട് ഏതാണ്? പാർട്ട് 9. 9ാമത്തെ പാർട്ടിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തെ കുറിച്ച് പറയുന്നത്. ഏത് സ്കെഡ്യൂളിലാണ് പഞ്ചായത്ത് രാജ് നിയമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സ്കെഡ്യൂൾ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 ആണ്. 11ാമത്തെ സ്കെഡ്യൂളിലാണ് പഞ്ചായത്ത് രാജ് നിയമങ്ങളെ കുറിച്ച് പറയുന്നത്. ഈ 11ാമത്തെ സ്കെഡ്യൂളിൽ എത്ര വിഷയങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് ചോദിക്കാറുണ്ട്. 29 വിഷയങ്ങൾ. സ്കെഡ്യൂൾ 11 ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങൾ എത്രയാണ്? 29. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ 40 ആണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്ന ആർട്ടിക്കിൾ. ഇനി അടുത്തത് ആർട്ടിക്കിൾ 41. ആർട്ടിക്കിൾ 41 പറയുന്നത് റൈറ്റ് ടു വർക്ക് ആണ്. ഓക്കെ, നമുക്ക് ജോലി ചെയ്യുന്നതിനുള്ള അവകാശം, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം, അതിനെക്കുറിച്ച് പറയുന്നതാണ് 41 എന്ന് പറയുന്നത്. അപ്പൊ ജോലി ചെയ്യുന്നതിനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഇതെല്ലാം ഉറപ്പുവരുത്താൻ വേണ്ടി രാഷ്ട്രം എന്ത് ചെയ്യണം? ഫലപ്രദമായ വ്യവസ്ഥകൾ ഉണ്ടാക്കണം എന്ന് പറയുന്നതാണ് 41. അതായത് ഇപ്പോൾ തൊഴിലില്ലായ്മ ഒരുപാട് രൂക്ഷമായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രോഗബാധ ഉള്ള ആളുകൾക്ക്, വാർദ്ധക്യം അനുഭവിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക്, അവർക്കൊക്കെ ജീവിത മാർഗത്തിന് വേണ്ടി ഏതെങ്കിലും രീതിയിലൊക്കെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. തൊഴിലിനു വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് രാഷ്ട്രത്തിന്റെ കടമയാണ് എന്ന് പറയുന്നത് എവിടെയാണ്? 41. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം എന്താണ്? രാഷ്ട്രം സഹായം ചെയ്തു കൊടുക്കണം. തൊഴിലില്ലായ്മ, രോഗം, പ്രായാധിക്യം, അംഗവൈകല്യം, ദാരിദ്ര്യം ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നവർക്ക് അവരുടെ പൊതുസഹായം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത്, അതെല്ലാം ആർട്ടിക്കിൾ 41 പറയുന്നത്. റൈറ്റ് ടു വർക്ക്, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 41 പറയുന്നത്. ഇതും ചോദിക്കാറുണ്ട്, ഓർത്തിരിക്കുക. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി. റൈറ്റ് ടു വർക്ക് അല്ലേ, അപ്പൊ നമുക്ക് എന്തിനാണ് ഈ വർക്ക്? നമ്മളിപ്പോ PSC ഒക്കെ പഠിച്ച ഒരു
വർക്ക്, ഒരു ജോലി മേടിക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്തിനാണ്? 4 ആളുടെ മുമ്പിൽ ഒരു വിലയൊക്കെ ഉണ്ടാവാനാണ് അല്ലേ? അങ്ങനെ ജസ്റ്റ് ഓർത്താൽ മതി. 4 ആളുടെ മുമ്പിൽ ഒരു വിലയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ. റൈറ്റ് ടു വർക്ക് ഓർക്കാൻ വേണ്ടി മാത്രം പറയുവാണ്. റൈറ്റ് ടു വർക്ക് ഏതാണ്? ആർട്ടിക്കിൾ 41. ഓക്കെ, ഇനി അടുത്തത് ആർട്ടിക്കിൾ 42. 42 പറയുന്നത് എന്താണ്? നീതിപൂർവവും മനുഷ്യോചിതപരവുമായിട്ടുള്ള തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക, പ്രസവാനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുക. ഇവിടെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രസവാനുകൂല്യം. പ്രസവാനുകൂല്യം എന്ന് പറയുന്നത് ഉറപ്പുവരുത്തുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 42 കേട്ടോ. ഓക്കെ, പ്രസവാനുകൂല്യം എവിടെയാ പറയുന്നത്? മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് പറയുന്നത് 42 പറയുന്നത്. അപ്പോൾ 1961 ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972, അതുപോലെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961, ഇതെല്ലാം ഈ ആർട്ടിക്കിളിന്റെ ഫലമായിട്ട് വന്നതാണ് കേട്ടോ. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961 എന്ന് പറയുന്നത് ഈ ഒരു ആർട്ടിക്കിൾ 42ന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പൊ പ്രസവാനുകൂല്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 42. ഇനി 43 പറയുന്നത് എന്താ? ആർട്ടിക്കിൾ 43 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. തൊഴിലാളികൾക്ക് ഉപജീവനക്ഷമമായിട്ടുള്ള വേതനം, കുടിൽ വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം. അപ്പൊ കുടിൽ വ്യവസായവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശക തത്വങ്ങളിലെ ആർട്ടിക്കിൾ ഏത് ചോദിച്ചിട്ടുണ്ട്? PYQ ആണ്. കുടിൽ വ്യവസായവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 43 കേട്ടോ. ലിവിംഗ് വേജ് അതുപോലെ തന്നെ ഈ കോട്ടേജ് ഇൻഡസ്ട്രീസ് രണ്ടും, ലിവിംഗ് വേജും കോട്ടേജ് ഇൻഡസ്ട്രീസും, ഇതിന് രണ്ടിനെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 43. ഇനി 43A ഉണ്ട്. 43A പറയുന്നത് വ്യവസായ സംരംഭങ്ങളിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തെ കുറിച്ചാണ്. വ്യവസായ സംരംഭങ്ങളിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തെ കുറിച്ചാണ് 43A പറയുന്നത്. ദെൻ 43B ഉണ്ട്. 43B എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ 97ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തതാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ. ഏത്? 43B. ഓക്കെ, 97ാം ഭേദഗതിയിലൂടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള ആർട്ടിക്കിൾ ആണ് 43B എന്ന് പറയുന്നത്. സഹകരണ സംഘങ്ങളുടെ ഉന്നമനത്തെ കുറിച്ചാണ് പറയുന്നത്. സഹകരണ സംഘങ്ങളുടെ ഉന്നമനത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 43B എന്ന് പറയുന്നത്. സഹകരണ സംഘങ്ങളുടെ ഉന്നമനം. ഇനി ആർട്ടിക്കിൾ 44 എല്ലാവർക്കും അറിയാം. എന്താ? യൂണിഫോം സിവിൽ കോഡ് അല്ലെ? യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത്. ഏകീകൃത സിവിൽ നിയമം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 44. അടുത്തത് 45 നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ? വിദ്യാഭ്യാസം അല്ലെ? 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്നതാണ് 45. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, 4, 5, 6 അല്ലെ? അപ്പൊ 45 6 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, സംരക്ഷണം എന്നിവ അനുശാസിക്കുന്നതാണ് 45. ഓക്കെ, ഇനി അടുത്തത് 46. ആർട്ടിക്കിൾ 46 പറയുന്നത് എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസം അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള താല്പര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിന്റെ കടമയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരെ ഉപരിവർഗത്തിന്റെ ചൂഷണത്തിന് വിധേയമാകാതെ സംരക്ഷിക്കുകയും കൂടെ ചെയ്യണം. അപ്പൊ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം, സാമ്പത്തികം, അവരെ ചൂഷണത്തിന് വിധേയരാകാതെ സംരക്ഷിക്കുക, ഇതെല്ലാം പറയുന്നത് ആർട്ടിക്കിൾ 46. ആർട്ടിക്കിൾ 46. ഇനി ആർട്ടിക്കിൾ 47. ആർട്ടിക്കിൾ 47 പറയുന്നത് എന്താണ്? പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതി, പോഷക നിലവാരം, ജീവിത നിലവാരം ഇതെല്ലാം മെച്ചപ്പെടുത്തുന്നതിൽ ഉത്തരവാദിത്വം ആർക്കാണ്? രാഷ്ട്രത്തിനാണ്. അപ്പോൾ പൊതുജനങ്ങളുടെ ആരോഗ്യവും പോഷക നിലവാരവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അവരുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളെ നിരോധിക്കുകയും വേണം അല്ലെ? ആരോഗ്യം മെച്ചപ്പെടണമെങ്കിൽ അത് നശിപ്പിക്കുന്ന കാര്യങ്ങൾ നിരോധിക്കണം. അപ്പൊ അതിൽ വരുന്നതാണ് മദ്യനിരോധനം. മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാ? 47. ഇതെല്ലാവർക്കും അറിയുന്ന ആർട്ടിക്കിൾ ആയിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ മദ്യപിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ആഴ്ചയിലെ 7 ദിവസവും മദ്യപിച്ച് 4 കാലിലായിരിക്കുമെന്ന് ഓർത്താൽ മതി. ഓക്കെ, മദ്യപിച്ചിട്ട് 7 ദിവസവും 4 കാലിലായിരിക്കുമെന്ന് ഓർത്താൽ മതി. അപ്പൊ 47 മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ 47 മദ്യനിരോധനം എന്നുള്ളത് ഓർത്തിരിക്കുക.
ഇനി അടുത്തതാണ് 48. ആർട്ടിക്കിൾ 48 എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട് ഗോവധ നിരോധനം, മൃഗസംരക്ഷണം, കൃഷിയുടെ സംരക്ഷണം, ഇതെല്ലാം എന്താണ് ആർട്ടിക്കിൾ 48. അപ്പൊ ഈ ഗോവധ നിരോധനം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഓർക്കാം. ഗോക്കൾ അല്ലെങ്കിൽ മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ നാൽക്കാലികളാണ് അല്ലെ. അപ്പൊ നാല് കാലുള്ള മൃഗങ്ങളെ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമുക്ക് 8ന്റെ പണി കിട്ടും അല്ലെ. ഗോവധ നിരോധനം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ ഗോവധ നിരോധനം ഉണ്ട്. അപ്പൊ നാല് കാലുള്ള മൃഗങ്ങളെ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമുക്ക് 8ന്റെ പണി കിട്ടുമെന്ന് ഓർത്താൽ മതി. നാൽക്കാലികളെ ഉപദ്രവിച്ചാൽ 8ന്റെ പണി കിട്ടും. സോ 48 ആണ് ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് 49. അതിനു മുൻപ് 48A ഉണ്ട് കേട്ടോ. 48A പറയുന്നത് എന്താ? വനം, വന്യമൃഗ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം. അപ്പൊ നമ്മൾ 48 എന്ന് പറയുമ്പോൾ നാൽക്കാലികളെ ഉപദ്രവിച്ചാൽ 8ന്റെ പണി കിട്ടും. അതേപോലെ തന്നെ 48A അവിടെയും വനം, വന്യജീവി, പരിസ്ഥിതി എല്ലാം തന്നെയാണ് വരുന്നത്. ഓക്കെ. അടുത്തത് ആർട്ടിക്കിൾ 49. ആർട്ടിക്കിൾ 49 പറയുന്നത് എന്താണ്? ചരിത്ര സ്മാരകങ്ങളുടെയും ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും സംരക്ഷണം. ചരിത്ര സ്മാരകങ്ങളുടെയും അതുപോലെ ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും സംരക്ഷണത്തെ കുറിച്ചാണ് 49 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 50 പറയുന്നത് എന്താണ്? ഇത് എളുപ്പമാണ്. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. അതായത് കാര്യനിർവഹണ വിഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? കാര്യനിർവഹണ വിഭാഗത്തെ നീതിന്യായ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കുന്നു. അപ്പൊ വേർതിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, സെപ്പറേറ്റ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടി, 2 പേർക്കായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, പങ്കിട്ട് കൊടുക്കുകയാണ്. എങ്ങനെയാണ്? 50-50 എന്നാണ് നമ്മൾ പറയുക അല്ലെ, 50-50. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. കാര്യനിർവഹണത്തെ നീതിന്യായത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ 50 ആണ്. ഓക്കെ, 50 എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ആർട്ടിക്കിൾ 51. ആർട്ടിക്കിൾ 51 പറയുന്നത് എന്താണ്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അതിന്റെ അഭിവൃദ്ധിപ്പെടുത്തുവാനായിട്ട് രാഷ്ട്രം പ്രയത്നിക്കണം. അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷിതത്വം എന്നിവ ഉറപ്പാക്കുവാനായിട്ട് രാഷ്ട്രം പ്രയത്നിക്കണം എന്ന് പറയുന്നതാണ് 51 എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താനായിട്ട് രാഷ്ട്രം പ്രയത്നിക്കണം. ഇതാണ് ആർട്ടിക്കിൾ 51 വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 51 വരെയുള്ള ആർട്ടിക്കിളിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു, ഈ ആർട്ടിക്കിൾസ് ഒക്കെ പഠിച്ചതിന് ശേഷം ഇതിലെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഏതാ, ലിബറൽ ആശയങ്ങൾ ഏതാ, ഗാന്ധിയൻ ആശയങ്ങൾ ഏതാന്ന് പറയാമെന്ന് അല്ലെ. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 38, ആർട്ടിക്കിൾ 39, 39A, 41, 42, 43, 43A, 47 ഇത്രയും എന്താണ്? സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ്. 38, 39, 39A, 41, 42, 43, 43A, 47. ഇനി ഇവിടെ ഗാന്ധിയൻ ആശയങ്ങളിൽ വരുന്നത് ഏതൊക്കെ? ഗാന്ധിയൻ ആശയങ്ങളിൽ വരുന്നതാണ് അനുച്ഛേദം 40, 43, 43B, 43B, then 46, 47, 48 ഇതെല്ലാം ഗാന്ധിയൻ ആശയങ്ങളിൽ വരുന്നതാണ്. ദെൻ ലിബറൽ ആശയം, ലിബറൽ ആശയത്തിൽ വരുന്നതാണ് 44, 45, 48, 48A, 49, 50, 51. ഓക്കെ, അപ്പൊ ഇവിടെ 43A, 43B, 43 രണ്ടിടത്തും വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 43 എന്താ പറഞ്ഞത്? നമ്മൾ വ്യവസായ തൊഴിലാളികൾക്ക് ഉപജീവനമായിട്ടുള്ള വേതനം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതില് ആ ഒരു ഭാഗം സോഷ്യലിസ്റ്റ് ആശയങ്ങളല്ല, പക്ഷേ മറിച്ച് കുടിൽ വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം എന്ന് നമ്മൾ പറഞ്ഞു. അതെന്താണ്? കുടിൽ വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം എന്ന് പറയുന്നത് ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ആശയമാണ് അല്ലെ. കുടിൽ വ്യവസായം അതുപോലെ തന്നെ ഗാന്ധിയൻ ആശയം കൂടിയാണ്. ഓക്കെ, അപ്പോൾ കുടിൽ വ്യവസായം എന്ന് പറയുന്നത് ഏതിൽ വരുന്നുണ്ട്? സോഷ്യലിസ്റ്റിലും വരുന്നുണ്ട്, ഗാന്ധിയൻ ആശയത്തിലും വരുന്നുണ്ട്. ഈ കുടിൽ വ്യവസായങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗാന്ധിജിയാണ്. കുടിൽ വ്യവസായങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ എന്നറിയപ്പെടുന്നത്
ഗാന്ധിജിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് രണ്ടിലും ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ ലിസ്റ്റ്, ഗാന്ധിയൻ ആശയങ്ങൾ, ലിബറൽ ആശയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ നിർദ്ദേശക തത്വങ്ങളെ, മാർഗനിർദ്ദേശക തത്വങ്ങളുടെ കുറച്ച് വിശേഷണങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, മാർഗനിർദ്ദേശക തത്വങ്ങളെ എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിശേഷണമാണ് കെ.ടി. ഷായുടെ. കെ.ടി. ഷാ എന്താ പറഞ്ഞേ മാർഗനിർദ്ദേശക തത്വങ്ങളെ? ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാനാവുന്ന ചെക്ക്, ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാനാവുന്ന ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് കെ.ടി. ഷായാണ്. ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാനുള്ള ചെക്ക് എന്ന മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് കെ.ടി. ഷായാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്? കെ.ടി. ഷാ ഇങ്ങനെ വിശേഷിപ്പിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിൽ, നമ്മുടെ അക്കൗണ്ടിൽ കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് കൊണ്ടുപോയിട്ട് ബാങ്കിൽ പോയി അപ്പം തന്നെ നമുക്ക് മാറി പണം വാങ്ങിക്കാൻ വേണ്ടി പറ്റും അല്ലേ. പക്ഷെ ഇവിടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ക്ഷേമരാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള സങ്കല്പമാണെന്ന് പറഞ്ഞു. അപ്പം അത് നിലവിൽ വരാനായിട്ട് കുറേ വർഷം എടുക്കും. നമ്മൾ പറഞ്ഞില്ലേ ആർട്ടിക്കിൾ 40 ഈ പറയുന്ന പഞ്ചായത്ത് രൂപീകരണത്തെക്കുറിച്ച് വന്നിട്ട് 40 കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് 1993 അത് നിയമമായിട്ട് വരുന്നത് അല്ലേ. അപ്പൊ അത്രയും കാലതാമസം എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഒരു കാര്യം മാർഗനിർദ്ദേശക തത്വങ്ങളിലുള്ള ഏതെങ്കിലും ഒരു സങ്കല്പം നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് അതിനുള്ള സാമ്പത്തിക ശേഷിയും എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്ന സമയത്ത് ഗവൺമെന്റിന്റെ സൗകര്യത്തിനനുസരിച്ച് മാത്രമേ അത് നടക്കുള്ളൂ അല്ലെ. അപ്പൊ ഗവൺമെന്റിന്റെ സൗകര്യത്തിനനുസരിച്ച് മാത്രമാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് ബാങ്കിന്റെ സൗകര്യാനുസരണം മാറാനാവുന്ന ചെക്ക് എന്ന കെ.ടി. ഷാ ഈ മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിക്കാനായിട്ട് കാരണം. ഇനി PSC ചോദിച്ചിട്ടുള്ള മറ്റൊരു PYQ ആണ് നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? BR അംബേദ്കർ ആണ്. BR അംബേദ്കർ ആണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ KC വെയർ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക, ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക എന്ന മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് KC വെയർ ആണ്. ഇനി TT കൃഷ്ണമാചാരി എങ്ങനെയാ വിശേഷിപ്പിച്ചത്? TT കൃഷ്ണമാചാരി വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവറ്റുവീപ്പ, മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവറ്റുവീപ്പ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? TT കൃഷ്ണമാചാരിയാണ്. അതുപോലെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റിനും നിർദ്ദേശക തത്വങ്ങൾ വിസ്മരിച്ച് ഭരണനിർവഹണം നടത്താനാവില്ല. ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റിനും നിർദ്ദേശക തത്വങ്ങൾ വിസ്മരിച്ച് ഭരണനിർവഹണം നടത്താനാവില്ല എന്ന് പറഞ്ഞത് ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യറാണ്. ഓക്കെ, അതുപോലെ കെ സന്താനം വിശേഷിപ്പിച്ചത് എന്താ? കെ സന്താനം വിശേഷിപ്പിച്ചതാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടാൻ നിർദ്ദേശക തത്വങ്ങൾ കാരണമാവും. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഏറ്റുമുട്ടാൻ നിർദ്ദേശക തത്വങ്ങൾ കാരണമാവും എന്ന് പറഞ്ഞത് കെ സന്താനമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടെ വിശേഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കേസുകൾ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകളാണ് പറയുന്നത്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ചമ്പകം ദൊരൈരാജൻ VS സ്റ്റേറ്റ്സ് ഓഫ് മദ്രാസ് കേട്ടോ. സ്റ്റേറ്റ്സ് ഓഫ് മദ്രാസ്. അപ്പോൾ ചമ്പകം ദൊരൈരാജൻ കേസ് എന്ന് പറയുന്നത് 1951 ഈ കേസ് എന്താ പറയുന്നത്? ഈ കേസിൽ സുപ്രീം കോടതി വിധിച്ചത് ഇങ്ങനെയാണ്. മൗലിക അവകാശങ്ങൾ നമ്മൾ പഠിച്ചില്ലേ, ഈ മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടായാൽ മൗലിക അവകാശങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം. ഓക്കെ, ചമ്പകം ദൊരൈരാജൻ കേസിൽ വന്നിട്ടുള്ള സുപ്രീം കോടതി വിധി എന്താണ്?
അതായത് മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതിനായിരിക്കും പ്രാധാന്യം കൂടുതൽ? മൗലിക അവകാശങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതൽ. ഇങ്ങനെ ഒരു വിധി വന്ന കേസായിരുന്നു ചമ്പകം ദൊരൈരാജൻ കേസ്. ഇനി അടുത്തത് ഗോലഖ്നാഥ് സ്റ്റേറ്റ്സ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്നത് 1967 അപ്പൊ ഗോലഖ്നാഥ് കേസ് എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വം നടപ്പിലാക്കുവാൻ മൗലിക അവകാശം ഭേദഗതി ചെയ്യേണ്ടതില്ല എന്ന വിധി വന്ന കേസാണ്. മാർഗനിർദ്ദേശക തത്വം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? മൗലിക അവകാശം ഭേദഗതി ചെയ്യേണ്ട ആവശ്യമില്ല. മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി മൗലിക അവകാശത്തെ ഭേദഗതി ചെയ്യേണ്ടതില്ല എന്ന് വിധിച്ച കേസാണ് ഏത്? ഗോലഖ്നാഥ് കേസ്. ഇനി അടുത്ത കേസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് മിനർവ മിൽ കേസ് കേട്ടോ. മിനർവ മിൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ 1980 അപ്പൊ ഈ മിനർവ മിൽ കേസിലെ സുപ്രീം കോടതി വിധി എന്തായിരുന്നു? മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും പരസ്പരം പൂരകങ്ങളാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളും മൗലിക അവകാശങ്ങളും പരസ്പര പൂരകങ്ങളാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് ഏതെങ്കിലും ഒരു മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് ഏതെങ്കിലും മാർഗനിർദ്ദേശക തത്വങ്ങളോ പരസ്പരം ത്യജിക്കേണ്ടതില്ല. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മൗലികാവകാശവും ത്യജിക്കേണ്ട കാര്യമില്ല. മൗലികാവകാശം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും രീതിയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ത്യജിക്കേണ്ട ആവശ്യവുമില്ല എന്ന് പറയുന്നതാണ് മിനർവ മിൽ കേസ് പറയുന്നത്. ഓക്കെ, മിനർവ മിൽ കേസ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. നോട്ട് തയ്യാറാക്കുക, പഠിക്കുക. ആർട്ടിക്കിൾസ് കൺഫ്യൂഷൻ ആണെന്ന് തോന്നും, നമ്മൾ ചിലതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ കണക്ഷൻ പറഞ്ഞത്. യൂണിഫോം സിവിൽ കോഡ്, മദ്യനിരോധനം, 48 ഗോവധ നിരോധനം, 39D തുല്യജോലിക്ക് തുല്യവേതനം. ആ കണക്ഷൻസ് പറഞ്ഞതൊക്കെ PYQ ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. സോ ആരും മറക്കരുത്. ആർട്ടിക്കിൾ 50 സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.